വയനാടൻ വ്ളോഗേഴ്സ് 2-3 ദിവസം മുമ്പ് ഒരു വീഡിയോ അവർ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വൃത്തികെട്ട വീഡിയോയിൽ അവരെ ഫോട്ടോ മോർഫ് ചെയ്ത് വെച്ചിട്ട് ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ ആണെന്ന് പറഞ്ഞിട്ട് കുറേയധികം പേര് അത് പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. അത് യഥാർത്ഥത്തിൽ ഞങ്ങളുടെയൊന്നുമല്ല, ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലുണ്ടായിരുന്ന ഫോട്ടോ എടുത്തിട്ടാണ് ഇത് കണക്ക് ചെയ്തേക്കുന്നത്. പക്ഷേ ആൾക്കാർ ചിന്തിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളുടെയാണ് എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ഞങ്ങളുടെ ഒന്നുമല്ല. ഇതിനെപ്പറ്റി തപ്പി ഞങ്ങളുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പിൽ ചെന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗ്രൂപ്പിൽ ചെന്ന സമയത്തുണ്ടെങ്കിൽ ഫുള്ള് കുട്ടികളൊക്കെയായിരുന്നു ആ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നതെന്നുള്ളൊരു കാര്യം പറഞ്ഞൊരു വീഡിയോ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ അവരിട്ടതിന് ശേഷം കുറേയധികം പേര് ഇവരെ കമൻറ്റ് ബോക്സിലൊക്കെ ചെന്നിട്ട് നിങ്ങളിങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടല്ലേ ഇതുപോലെ ആൾക്കാർ ചെയ്തതെന്നുള്ളൊരു കാര്യമാണ് ആൾക്കാർ ഇവർക്കെതിരെ സംസാരിക്കുന്നത്. അത് തെറ്റ് ചെയ്തവർക്കെതിരെയല്ല, ഈ ഒരു ഫോട്ടോസൊക്കെ ഇങ്ങനെ എന്തിനാണ് ഇട്ടതെന്നുള്ളൊരു കാര്യം. കാരണം ഇവർ ഒരുമിച്ച് കിസ് ചെയ്ത് കൊണ്ടൊക്കെയുള്ള ഫോട്ടോസ് വീഡിയോസൊക്കെ നമ്മൾ കാണുന്നതാണ്, നോർമലായിട്ട് ചെയ്യുന്നത്. അതൊക്കെ അവരിട്ടെന്നേ ഉള്ളൂ. അങ്ങനെ എന്തിനാണ് ചെയ്യുന്നത്? അതൊക്കെ പബ്ലിക്കലി ഇടാൻ പാടുണ്ടോ? അങ്ങനെ ഇട്ടുകൊണ്ടല്ലേ ഇതേ കണക്ക് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യമാണ് ആൾക്കാർ പറയുന്നത്. അപ്പോഴാണെങ്കിലും ഇതേ കണക്ക് ഫോട്ടോ എടുത്ത് ഇതേ കണക്ക് വൃത്തികേട് ചെയ്തവന്മാരെ അല്ല കുറ്റം പറയുന്നത്. ഇതുപോലെ ഈ പ്രശ്നത്തിൽ പറ്റിയവരെയാണ് എന്ത് ചെയ്യുന്നത് കുറ്റം പറയുന്നത്. നിങ്ങളിങ്ങനെ ചെയ്തിട്ടല്ലേ എന്നുള്ളൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. അവർ ഫോട്ടോസ് ഇടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ സോഷ്യൽ മീഡിയയിലുണ്ട് എന്നുള്ള സത്യമാണ്. പക്ഷേ ഭർത്താവും ഭാര്യ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് വയ്ക്കുന്നതൊക്കെ ഫോട്ടോ എടുത്തിരുന്നതൊക്കെ അവരുടെ ഇഷ്ടമാണ്. അത് എടുത്തു വെച്ച് ഇതുപോലത്തുള്ള വൃത്തികേട് ചെയ്യുന്നവന്മാരെ എന്ത് പറയണം? അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണോ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇങ്ങനെ ചെയ്യുന്നവന്മാർക്ക് ചിലപ്പോൾ നിങ്ങൾ നാളെ നിങ്ങളുടെ മക്കളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ഇതുപോലെ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നത്.